കൊച്ചിയിൽ ഭിന്നശേഷിക്കാരന് ക്രൂരമർദ്ദനം ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് യുവതി ഉൾപ്പെടുന്ന 5 അംഗ സംഘം അതിക്രമം നടത്തിയത്. ഹണി ട്രാപ്പിൽ പെടുത്താനായി യുവതിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ആവശ്യപ്പെട്ടത് വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് കണ്ടെത്തൽ. കേസിൽ 4 പ്രതികളെ കടവന്ത്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ഞായറാഴ്ച വൈകിട്ട് 6:30 കടവന്ത്രയിൽ വെച്ചാണ് സംസാരശേഷിയില്ലാത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചത്. യുവാവിനെ 1-ാം പ്രതി സഫ്ന ഹോട്ടൽ മുറിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. യുവാവ് ഹോട്ടൽ മുറിയിലേക്ക് എത്തിയപ്പോൾ മറ്റ് 2 യുവാക്കൾ കൂടി മുറിയിലുണ്ടായിരുന്നു. ഇവർ യുവാവിനോട് സഫ്നയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നിർബന്ധിച്ചു. ഇത് നിഷേധിച്ചതോടെ ടോർച്ച് ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മർദ്ദിച്ച് അവശനാക്കിയ ശേഷം യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങളും പകർത്തി. മർദ്ദനത്തിൽ യുവാവിന്റെ വാരിയലൊടിഞ്ഞു. സംസാരശേഷിയില്ലാത്ത യുവാവിന്റെ മൊഴി ആംഗ്യഭാഷാ വിദഗ്ധരുടെ സഹായത്തോടെയാണ് പോലീസ് രേഖപ്പെടുത്തിയത്. മൊബൈൽ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് 3 പ്രതികളും പിടിയിലായത്. സഫ്ന, ജോൺ രാഹുൽ, അമൽ വേണുഗോപാൽ, അനന്തു മുരുകൻ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഭിന്നശേഷിക്കാരനെ മർദ്ദിച്ചു എന്ന വകുപ്പും പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആസൂത്രിതമായി നടത്തിയ കുറ്റകൃത്യമാണെന്ന് കടവന്ത്ര SHO അറിയിച്ചു. ഇൻസ്റ്റാഗ്രാം വഴി ചാറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഇതുവരെ ഇപ്പോൾ അത് പ്ലാൻഡാണ്. പരിക്ക് നല്ല പരിക്കുണ്ട്. ബാക്കിയുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റോടെ വാങ്ങിയാലാണ് ബാക്കിയുള്ള ഇഞ്ചുറിയുടെ ആ ഒരു ഗ്രാവിറ്റി. ഇപ്പോൾ നിലവിലുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇനി ഒരാളും കൂടെ അറസ്റ്റ് ആകുന്നുണ്ട്. 5 പ്രതികളാണുള്ളത്. ഇവർക്ക് വേറെ ആൻറ്റിസിഡൻസ് ഉള്ളവരാണ്. ഇതിൽ ഈ ലേഡി ആയിട്ടുള്ള ആൾക്ക് പ്രീവിയസ്ലി ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ബാക്കിയുള്ള 3 പേർക്ക് ആൻറ്റിസിഡൻസ് ഉണ്ട്. മർദ്ദനമേറ്റ യുവാവ് ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കേസിൽ 1 പ്രതിയെ കൂടി ഇനി കണ്ടെത്താനുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ 4 പ്രതികളെയും റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കൊച്ചി.